നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജന്മനക്ഷത്രമായ മൂലനക്ഷത്രത്തിൻ്റെ സവിശേഷതകളാണ്. വേദജ്യോതിഷപ്രകാരം മൂലനക്ഷത്രം എല്ലാ നക്ഷത്ര രാശികളിലും പ്രധാനവും സ്വാധീനവുമുള്ള ഒരു നക്ഷത്ര സമൂഹമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇതിനെ ചന്ദ്രന്റെ മന്ദിരമെന്ന് അറിയപ്പെടുന്നു. ഈ നക്ഷത്ര സമൂഹം ജീവിതാവസാനത്തെയും ഒരു പുതിയ ചക്രത്തിന്റെ തുടക്കത്തിനെയും പ്രതിനിധീകരിക്കുന്നു. കൂടാതെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഉറവിടമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. മൂലനക്ഷത്രത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂലനക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിൽ സന്തുലിതാവസ്ഥയും സ്ഥിരതയും ആഗ്രഹിക്കുന്നവരാണ്. അവർ തങ്ങളുടെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ആന്തരിക ശക്തി ഉപയോഗിച്ച് വെല്ലുവിളികളെ നേരിടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. മൂലനക്ഷത്രത്തിന്റെ സ്വാധീനത്തിൽ അവരുടെ വ്യക്തിത്വം മെച്ചപ്പെടുകയും ചെയ്യുന്നു. അതുവഴി അവർക്ക് സമൂഹത്തിന് ഒരു നല്ല സംഭാവന നൽകാൻ കഴിയും. ഈ ആളുകൾ ദൃഢനിശ്ചയമുള്ളവരാണെന്ന് മാത്രമല്ല, ചുറ്റുമുള്ള ആളുകൾക്ക് പ്രചോദനത്തിന്റെ ഉറവിടമായും തീരുന്ന ആൾക്കാരാണ്. ഈ വർഷത്തെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നിങ്ങളുടെ കരിയറിന് നിർണായകമായിരിക്കും. നിങ്ങളുടെ കരിയറിൽ പുതിയ ഉയരങ്ങൾ കൈവരിക്കുന്നതിന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണിത്. വർഷത്തിൻ്റെ മധ്യത്തിൽ ചില വലിയ സംഭവങ്ങൾ ഉണ്ടായേക്കും. അത് ബുദ്ധിമുട്ടുള്ള വെല്ലുവിളികൾക്കിടയിലും നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും. ഈ സമയത്ത് നിങ്ങൾ ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകും. എന്നാൽ പ്രായോഗിക വശങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതും പ്രധാനമായ വിഷയമാണ്. വർഷ അവസാനം ജോലി സ്ഥലത്ത് പെട്ടെന്നൊരു മാറ്റം സാധ്യമാണ്. ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ പ്രകടനത്തിൽ വ്യക്തമായി കാണപ്പെടുകയും ചെയ്യും. കൂടാതെ ജോലിഭാരം വർദ്ധിച്ചേക്കാം. അതിനാൽ നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ വൈകാരിക ജീവിതത്തെ ഒരു പോസിറ്റീവ് ദിശയിലേക്ക് കൊണ്ടുപോകും. ഇത് നിങ്ങളുടെ ബന്ധങ്ങളിൽ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു പുതിയ മാനം തുറക്കും. പ്രിയപ്പെട്ടവരുമായി ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ട സമയമാണിത്. ഇത് നിങ്ങളുടെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഐക്യം മെച്ചപ്പെടുത്തും. എന്നിരുന്നാലും വർഷാവസാനം ചില സങ്കീർണതകളും വൈകാരിക സംവേദനക്ഷമതയും ഉണ്ടാകാം. അതിനാൽ ശ്രദ്ധിക്കുക. മാനസിക അസ്വസ്ഥത നിങ്ങളുടെ സാമൂഹിക സമവാക്യങ്ങളെ ബാധിച്ചേക്കാം. അതിനാൽ പരസ്പര ഐക്യം നിലനിർത്താൻ അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അവിവാഹിതർക്ക് നവംബർ-ഡിസംബർ പ്രണയത്തിന് സാധ്യതയുണ്ട്. മൂലനക്ഷത്രക്കാർക്ക് 2025 മകരം കുംഭം രാശിക്കാരുമായുള്ള ബന്ധങ്ങൾ അനുകൂലമാണ്. ഈ വർഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി കാണും. പണത്തിന്റെ ഒഴുക്കും അനുകൂലമായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് വിവിധ സൗകര്യങ്ങളും ആഡംബരങ്ങളും ആസ്വദിക്കാൻ കഴിയും. വർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടേക്കാം. കൂടാതെ ഈ അവസരം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ പ്രയത്നിക്കേണ്ടി വരും. കാലക്രമേണ സ്ഥിരമായ പണമൊഴുക്ക് നിങ്ങളുടെ സാമ്പത്തിക മാനേജ്മെന്റിനെ സുഗമമായി നിലനിർത്തും. എന്നിരുന്നാലും നിങ്ങൾ ജാഗ്രത പാലിക്കുകയും പെട്ടെന്നുള്ള ലാഭത്തിലേക്കുള്ള കുറുക്കുവഴികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങൾ പോസിറ്റീവ് ഫലങ്ങൾ നൽകിയേക്കാം. ഇത് വർഷത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തിപ്പെടുത്തും. മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിക്ക് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫെബ്രുവരിയിൽ അപ്രതീക്ഷിത ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. സ്ഥിരാംഗ നിക്ഷേപങ്ങൾ, സ്വർണം ഇവയൊക്കെ ലാഭം നൽകും. ശനിയുടെ സ്വാധീനത്താൽ സ്വത്ത് വിൽപ്പനയിൽ നിന്ന് ലാഭം ലഭിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ഒക്ടോബർ വരെ മാറ്റിവെക്കുക. ഈ വർഷം നിങ്ങളുടെ ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ ഉൽപാദനക്ഷമതയും ശാരീരികക്ഷമതയും വർദ്ധിപ്പിക്കും. ഗ്രഹസ്വാധീനം ആരോഗ്യത്തെയും ശാരീരിക ക്ഷമതയും കുറിച്ചുള്ള നിങ്ങളുടെ അവബോധം വർദ്ധിപ്പിച്ചേക്കാം. നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യസ്ഥിതി പോസിറ്റീവായി തുടരുമെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്ന ചില സമയങ്ങൾ ഉണ്ടായേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ക്ഷേമവും ആരോഗ്യനിലയും നിലനിർത്താൻ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. വർഷത്തിന്റെ അവസാന പകുതിയിൽ നിങ്ങളുടെ ആരോഗ്യനിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയും കാണുന്നില്ല. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ദഹന പ്രശ്നങ്ങൾ, ചർമ്മരോഗങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ ഉത്കണ്ഠ തടയാൻ യോഗ, ധ്യാനം എന്നിവ ചെയ്യുന്നത് നല്ലതാണ്. വർഷാവസാനം ഫ്ലൂ വൈറസുകൾക്കെതിരെയുള്ള ജാഗ്രത കാണിക്കണം. മൂലനക്ഷത്രക്കാർക്ക് 2025 കേതു, ശനി, വ്യാഴം എന്നിവയുടെ ദശാഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും.
ഇവയുടെ ദുഷ്പ്രഭാവം കുറയ്ക്കാൻ ഇനി പറയുന്ന പൂജകളും മന്ത്രങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും. കേതു ശാന്തി ഹോമം. ഇത് മാനസിക ശാന്തി, ജീവിതത്തിലെ സ്ഥിരത ഇവയ്ക്കൊക്കെ പ്രയോജനമാണ്. രത്നം ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഗോമേതകം അത് വലത്തെ കൈയിലോ ഖണ്ഡാഭരണമായോ ധരിക്കുക. നിർധന കുടുംബത്തിന് ചെമ്പ് പാത്രത്തിൽ പച്ചക്കറികൾ നിറച്ച് നൽകുക. 2025 മൂല നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണത്തിന്റെ വർഷമായിരിക്കും. പ്രതിസന്ധികൾ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു സമയമാണിത്. ഗ്രഹങ്ങളുടെ സൂക്ഷ്മ തന്ത്രങ്ങൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈ വർഷം ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളിലും വളർച്ച നൽകും. ജ്യോതിഷ പ്രവചനങ്ങൾ മാത്രമല്ല, സ്വന്തം പ്രയത്നവും ധാർഷ്ട്യവുമാണ് വിജയത്തിന്റെ ചാവിയെന്ന് ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.